എനിക്കൊരു ചോദ്യം CPM-ന്റെ നേതാക്കന്മാരോടും അരുൺകുമാറോടും. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആഭ്യന്തര ഉപമന്ത്രിയായിരിക്കുമ്പോൾ AC മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. അത് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടാണോ നടത്തിയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ, വല്ലവൻ്റെയും കയ്യിൽ നിന്ന് പണിയെടുക്കാതെ കാശ് വാങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ എനിക്ക് അരുൺകുമാറോടൊരു ചോദ്യം. എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിങ്ങൾ എന്ത് ബഹളം വേണമെങ്കിലും വെച്ചോ, നാട്ടിൽ അടി ഉണ്ടാക്കിയോ കാറ് തല്ലി പൊളിക്കോ മനുഷ്യന്മാരെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ട് നിങ്ങൾ ഈ പണിയൊക്കെ നടത്ത്. വീണ തൈക്കണ്ടിയിൽ ഈ പണം വാങ്ങിയത് എന്തെങ്കിലും പണിയെടുത്തിട്ടാണോ? അരുൺകുമാർ തന്നെ പറഞ്ഞത്, ഞാനിങ്ങനെ അത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2023 ഓഗസ്റ്റ് 16 ഒരു മലയാളം വാർത്താ ചാനലിലൂടെ അരുൺകുമാർ വിളിച്ചു പറഞ്ഞത്, പവർ ബിൽഡർ, MS ഓഫീസ്, പിന്നെന്താ ഔട്ട്ലുക്ക്, ടാലി, ഈ 4 സേവനം കൊടുത്തതിനാണ് 1.25 കോടി രൂപ മാസപ്പടി വാങ്ങിയെന്നാണ്. അരുൺകുമാറിന് ഇപ്പോൾ പറയാൻ പറ്റുമോ ഈ 4 സേവനം കൊടുത്തതിനാണ് ഈ പണം വാങ്ങിയതെന്ന്? ധൈര്യമുണ്ട് അരുൺകുമാർ അത് പറയാമോ? അപ്പം നിങ്ങൾ കുറേ പാവപ്പെട്ട SFIക്കാരെയും DYFIക്കാരെയും എരികേറ്റി വിട്ട് അവർ കാറ് തല്ലിപ്പൊളിക്കുന്നു, കേസിൽ പ്രതിയാകുന്നു. ഒരു പണിയെടുക്കാതെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ കോടിക്കണക്കിന് രൂപ മേടിക്കുന്നു. ഇതുവരെ ഈ പാർട്ടിയുടെ അടിക്കല്ല് ഇളകി കഴിഞ്ഞു. എന്നിട്ടും വീണ തൈക്കണ്ടിയിൽ വാങ്ങിയ പണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല. അന്വേഷിക്കുന്ന ഏജൻസികൾ, അവർക്ക് പല താല്പര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒരു തരത്തിലും ED ന്യായീകരിക്കുന്ന ആളുകളല്ല, ഞങ്ങളുടെ ഏജൻസിയുമല്ല, ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സഹാക്കന്മാർക്കെങ്കിലും ഒരിക്കലെങ്കിലും ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ, എന്ത് പണിയെടുത്തിട്ടാണ് ഈ പണം വാങ്ങിയെന്ന്? വീണ കൊടുത്ത സേവനം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ പോലീസ് ഇതുപോലെ തന്നെ റെയ്ഡ് നടത്തുകയും ഇതുപോലെ തന്നെ കേസിൽ പ്രതിയാകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതേ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അത് കേട്ടിട്ടുണ്ടാവും. അതെന്താ? വ്യക്തിപരമായ കേസാണ്, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല, അത് അവർ വ്യക്തിപരമായി കുടുംബപരമായി അത് തീർത്തോളുന്നു. അരുൺകുമാറോട് എൻ്റെ ചോദ്യം, വീണ തൈക്കണ്ടിലിനെ ചോദ്യം ചെയ്യാനും വീണ തൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റെയ്ഡ് നടത്താനും അവർ താമസിക്കുന്നിടത്തല്ലേ വരാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ അവർ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലല്ലേ വരാൻ പറ്റുള്ളൂ? അവർ ഏതു നേരം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ കൂടെ അടക്കുന്നതുകൊണ്ട്, പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ വീണ തൈക്കണ്ടിൽ താമസിക്കുന്നതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ മനസ്സിലാക്കുന്ന, ഏത് സമയവും കൂടെ കൊണ്ടു നടക്കുന്നത് ചോദ്യം ചെയ്യാൻ വരുന്ന ഏജൻസികളുടെ മുമ്പിൽ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ കൊണ്ട് തെരുവ് യുദ്ധം നടത്തി മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ പിണറായി വിജയന്റെ മടിയിൽ കനമില്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പാർട്ടിക്കാർക്ക് ഒരു ബന്ധമില്ല, അത് അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് അവർ ചോദിക്കട്ടെ, അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് അരുൺകുമാറോട് ഒരു അഭ്യർത്ഥന, താങ്കൾ ദയവ് ചെയ്ത് വീണ തൈക്കണ്ടിലിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഒരു കോടതിയിലും വാദിക്കരുത്. താങ്കളായിരുന്നു വാദിക്കുന്നെങ്കിൽ വീണ തൈക്കണ്ടിൽ പിന്നെ ഒരു കാലത്തും കേരളത്തിൽ ജയിലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അത്ര ശോകമാണ് അവസ്ഥ. താങ്കൾ ഇങ്ങനെ ന്യായീകരിച്ച് അവശതയാകരുത്. എന്ത് സേവനമാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ ചെയ്തത്, കരിമണൽ കർത്തക്കിയുടെ കമ്പനിക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞു, SFIO അന്വേഷിച്ചപ്പോൾ അവർക്ക് രേഖ കൊടുത്തു, പക്ഷെ EDക്ക് രേഖ കൊടുക്കില്ലെന്ന്. എന്താ, ED ആയിട്ട് നിങ്ങൾക്ക് വല്ല അതിർത്തി തർക്കമുണ്ടോ? നിങ്ങൾക്ക് വല്ല പിണക്കമുണ്ടോ? EDക്ക് രേഖ കൊടുത്താൽ നിങ്ങളുടെ മടിയിൽ കനവില്ലെങ്കിൽ എല്ലാ രേഖകളും അങ്ങ് എടുത്ത് വീശി കൊടുക്കണമെന്നേ. കുറെ കാലം മുമ്പ് അരുൺകുമാറും ഞാനും ഇരുന്ന ചർച്ചയിൽ അരുൺകുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വീണ വിജയനെ കേട്ടിട്ടില്ല, വീണ തൈക്കലിന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നൊക്കെ. 10-20 പ്രാവശ്യത്തിലധികം വീണ തൈക്കണ്ടിലിന് നോട്ടീസ് അയക്കുകയും അവരുടെ ഭാഗം കേൾക്കുകയും അവരുടെ പ്രതിനിധി എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും അവർ നേരിട്ട് എന്ന മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് EDയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ ഫ്ലെക്സ് കയറുന്നത്? നിങ്ങൾ എന്തിനാണ് VD സതീശന്റെ വെക്കട്ട് കയറുന്നത്? നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നത്? ഇന്ന് പിണറായി വിജയൻ പോലും ഈ റെയ്ഡിന് ശേഷം വന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെയോ ഓരോ അഭിപ്രായം പറയുന്നത് കേട്ടോ? അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറയുന്നത്. എന്താ, രാഹുൽ ഗാന്ധിയാണോ EDയെ നിയന്ത്രിക്കുന്നത്? രാഹുൽ ഗാന്ധി 56 മണിക്കൂർ EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെട്ടല്ലോ. മടിയിൽ കാണമില്ലാത്തവർ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടട്ടെ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ വിഖ്യാതമായിട്ടുള്ള നിലപാട്. ഇപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് കയറുന്നേ, നിങ്ങൾ അമിത്ഷായുടെ ഫ്ലെക്സ് കയറ്, നിങ്ങൾ VD സതീശന്റെ രമേശ് ചെന്നിത്തലയുടെ മെക്കെട്ട് കയറാതെ, രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാതെ, ഞങ്ങളെ ആക്ഷേപിക്കാതെ നിങ്ങൾ അത് പറയുന്നേ. ഇനി പിണറായി വിജയൻ ആക്ഷേപമുണ്ടോ? ED നിയമവിരുദ്ധമായിട്ടാണ്, അന്യായമായിട്ടാണ്, ഭരണഘടന വിരുദ്ധമായിട്ടാണ് ഈ റെയ്ഡ് നടത്തിയെന്നുള്ള ആക്ഷേപം പിണറായി വിജയൻ ഉണ്ടോ?
ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് നിഷ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് അടപടലം തോറ്റ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനാണെന്ന് മനസ്സിലാക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ സ്ഥിരമായ റിവ്യൂ മീറ്റിംഗിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും അവരോധിച്ചത് തെറ്റാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് നടത്തുന്ന അഭ്യാസമാണ് ഈ തെരുവ് പോരാട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം വെറുക്കപ്പെട്ട എന്ന് ആക്ഷേപിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും മാറ്റണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് സഖാക്കന്മാരെ കൊണ്ട് തെരുവിൽ തല്ലുണ്ടാക്കി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളെ എന്നല്ല കേരള പോലീസിനെ അറിയിച്ചിട്ടാണോ ഈ റെയ്ഡിന് വരുന്നത്? അങ്ങനെയാണോ? അങ്ങനെയല്ല. അവര് റെയ്ഡിന് വന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെയല്ലേ എല്ലാവരും പറയുന്നത്. അങ്ങനെ അറിഞ്ഞതിന് ശേഷം അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകും എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലാണ് ജനക്കൂട്ടം തടിച്ചുകൂടിക്കൊണ്ടിരുന്നത്. കല്ലും കമ്പും വടികളുമായിട്ട് എറിയുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ പോലീസ് നിശബ്ദരായി നോക്കി നിൽക്കുകയാണ്. ആ വണ്ടി തല്ലി പൊട്ടിക്കുന്നത് തടയാൻ പോലും കഴിയുന്നില്ല. പിന്നെ എന്ത് നിയമവാഴ്ചയാണ് കേരള പോലീസ് ഉറപ്പാക്കുമെന്ന് ജനം വിശ്വസിക്കേണ്ടത്? ഒരു കാര്യം ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ജനക്കൂട്ടം എന്ന് പറയില്ലേ, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനക്കൂട്ടത്തിന് പിണറായി വിജയന്റെ മകള് കള്ളപ്പണം വാങ്ങിയതിൽ ഒരു ആക്ഷേപവും ഇല്ല. ഞങ്ങൾക്ക് അതിൽ സംശയമാണ്. ഞങ്ങൾക്ക് ഇവരെ പിടിച്ച് അകത്തിടണമെന്നാണ് അഭിപ്രായം, അന്വേഷിക്കണമെന്നാണ് അഭിപ്രായം. ഏതെങ്കിലും സാധാരണക്കാർ പണി ഒഴിവാക്കിയിട്ട് അവിടെ തൊഴിലിന് വേണ്ടെന്ന് വെച്ചിട്ട് അവരുടെ നിത്യ ചെലവിനുള്ള കൂലിക്ക് മറ്റേ തൊഴിലിന് പോകാതെ അവിടെ വന്ന് സമരം ചെയ്തോ? ഒരു പണിയില്ലാതെ കുറെ ഡിവൈഎഫ്ഐക്കാരെ SFIക്കാരെ കൊണ്ടുവന്ന് അക്രമം നടത്തുന്നത് ജനക്കൂട്ടത്തിന്റെ രോഷമാണെന്ന് പറയണ്ട. അതുവരെ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ പോലീസ് ഈ വിഷയത്തിൽ ED റെയ്ഡ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെ വന്ന് പോലീസ് നിലയുറപ്പിച്ചു. അതിനുശേഷം ഇവരുടെ മുൻ മന്ത്രിമാർ, മുൻ MLA-മാരുള്ള പറയട്ടെ നിഷ, ഇത് നിങ്ങൾ പറഞ്ഞേട്ടോ, ഞാൻ എന്തോ റെയ്ഡ് ചെയ്യിപ്പിച്ച പോലെയുള്ളൂ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. പോലീസ് അവിടെ വന്നു, പോലീസ് അവിടെ നിലയുറപ്പിച്ചു, പോലീസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ നോക്കി. പിന്നെ കാർ തല്ലിപ്പൊളിക്കാമെന്ന് SFIക്കാർ തീരുമാനിച്ചാൽ അവർ തല്ലിപ്പൊളിക്കാതിരുന്നിട്ടുണ്ടോ? അവർ തല്ല് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ തല്ല് വാങ്ങിയിട്ട് തന്നെ പോകാറുള്ളൂ. അതല്ലേ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ എന്തിനാണ് ഇവർ തല്ല് വാങ്ങിയെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കണ്ണൂരുള്ള പോലീസിനും ഇടുക്കുണ്ടല്ലോ, കോഴിക്കോടുള്ള പോലീസും മിടുക്കരായ പോലീസാണല്ലോ. അവിടെ ഒന്നും അക്രമം നടന്നില്ലല്ലോ. അപ്പോ കരിമണൽ കർത്തയുടെ ഓഫീസിലേക്ക് നടന്നപ്പോ റെയ്ഡ് നടന്നപ്പോ അവിടെ പോലീസിന് കുഴപ്പമില്ലല്ലോ. തിരുവനന്തപുരത്ത് മാത്രം അക്രമം നടന്നത് ആസൂത്രിതമായിട്ട് CPM-ന്റെ തെരുവ് നാടകമാണ്. ഞങ്ങൾക്ക് എന്ത് നാണക്കേട്? പിണറായി വിജയന്റെ മകൾ കാശ് കള്ളപ്പണം വാങ്ങിയത് ഞങ്ങൾക്കാണ് നാണക്കേട്. ഇവരല്ലേ മറുപടി പറയാൻ പറ്റുക? നാണക്കേട് ആ നിയമപരമായ കർത്തവ്യം നിറവേറ്റാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് അവിടുന്ന് പ്രാണഭീതിയിൽ പലായനം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിവുള്ള പോലീസ് ഉണ്ടായിരുന്ന വണ്ടി തല്ലി തകർക്കില്ലായിരുന്നു ജിൻഡോ ഇന്ന്? 4 ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും വന്ന് ഗുണ്ടായിസം കാണിച്ചാൽ എന്തും ചെയ്യാൻ പറ്റുന്ന നാടായി കേരളം മാറിയിട്ടുണ്ടോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഗുണ്ടായിസം കാണിച്ചവരൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ? കേസിൽ പ്രതിയായി അകത്ത് പോകും. അവരകത്ത് കിടന്ന് മറ്റേ ജയിലിൽ വലിയ രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കും, വീണ തൈക്കണ്ടിൽ നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. അവിടെ ഇവർ ആസൂത്രിതമായിട്ട് നടത്തിയ തെരുവ് നാടകത്തിൽ അക്രമം നടത്തി. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് പൂർത്തിയായെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ടോ? അവരാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് പറയട്ടെ, ഞങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ടോ? അവരാവശ്യപ്പെട്ടിട്ടും സുരക്ഷ ഒരുക്കാതിരുന്നിട്ടുണ്ടോ? പിന്നെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് അവിടെ നിലയുറപ്പിച്ച പോലീസുകാർ അവരുടെ പണി പരമാവധി എടുത്തു. അതിനപ്പുറത്തെ കയറി അക്രമം നടത്തുമ്പോ അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അവിടെ ആവശ്യത്തിന് പോലീസിനെ വിട്ടു. ആ പോലീസുകാർ അവരുടെ പണിയെടുത്തു. അതിനപ്പുറത്ത് ഒരു സുരക്ഷ വേണമെന്ന് ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം EDക്കുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം അവിടുത്തെ മറ്റാർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ലല്ലോ. പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യം ജിൻഡോ ഉന്നയിച്ചു, എന്ത് സേവനമാണ് വീണ T നൽകിയത്?